ഒരാളാണ് നിങ്ങൾ, എന്ത് കരിയർ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് ആലോചിച്ച് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഞാൻ അതേ സ്റ്റേജിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. സോ ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്സ് ഐ ഡു. സോ ഹിയർ ആർ 9 things ഐ വിഷ് ഐ ന്യൂ ഏർലിയർ. സോ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഞാൻ ഫസ്റ്റ് തിങ് പറയട്ടെ. ഫസ്റ്റ് തിങ് പറയാം, എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം പാരൻസും റിലേറ്റീവ്സും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും. ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കാം യുവർ മൈൻഡ് ഫസ്റ്റ്. അതായത് ഭയങ്കര സ്ട്രെസ്ഡ് ആയ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ഒരു മൈൻഡിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് കാം ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറോ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ്റെ പുറത്തായിരിക്കും നമ്മൾ ആ കരിയർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഒരു ലൈഫിൽ മെയിൻ നമ്മുടെ ഒരു പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ +2 കഴിഞ്ഞ ശേഷം നമ്മൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് ആ ഒരു രീതിക്കാവുമല്ലോ നമുക്ക് തുടർന്നുള്ള ലൈഫ് ഉണ്ടാവുക. സോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡൊക്കെ കാമാക്കി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മെല്ലെ പതിയെ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സോ നമുക്കിനി സെക്കൻഡ് പോയിന്റിലേക്ക് പോവാം. നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഡിസ്കവർ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ചിലവർക്ക് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് ഭയങ്കര ടീച്ചിങ്ങിന് താല്പര്യം ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ നോക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതെ സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. ചിലവർക്ക് മാത്സ് ഭയങ്കര ബോറടിക്കാതെ പഠിക്കാൻ പറ്റുന്നുണ്ടാവും, ചിലവർക്ക് മാത്സ് തീരെ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക ഏത് സബ്ജക്റ്റാണ് എനിക്ക് ബോറടിക്കാത്തത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പിന്നെയും പഠിക്കണം തോന്നുന്നു. അങ്ങനെ ചില സബ്ജക്ട്സ് ഉണ്ടാവില്ല. ചിലർക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഈ ഫിസിക്സ് അതേപോലെ ആസ്ട്രോഫിസിക്സ് ഒക്കെ ഇഷ്ടമുള്ള കുറേ ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുക. അതായത് ഞാൻ ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ അപ്പോൾ +2 കഴിഞ്ഞിട്ട് നമുക്കൊരു ഗോൾ ഉണ്ട് വിചാരിച്ചോ, നമുക്ക് ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ട് വിചാരിച്ചോ, ആ ഗോളിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ വേറെ ഒരു എക്സ്ട്രീംലി വേറെ ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ CMA അത് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബയോളജി ആയിരിക്കും ഓൾറെഡി ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ബയോളജി എടുത്ത് നീറ്റിന് റിപ്പീറ്റിന് പോകണം അല്ലേ. അത് റിപ്പീറ്റിന് പോകണവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പോയി നോക്കുക. ഇപ്പോൾ കുറേ പേർക്ക് കിട്ടണില്ല, കുറേ പേർക്ക് നല്ല റാങ്കോട് കിട്ടുന്നുണ്ടാവും. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ട എഫേർട്ട് നമ്മൾ 100% ഇടാം. ബാക്കി റിസൾട്ട് നിങ്ങൾ പിന്നെ ആലോചിക്കുക. തേർഡ് ടിപ്പിക്കാണ് പോകുന്നത്. ഇത് നമ്മൾ എന്താ വെച്ചാൽ കരിയർ ഓപ്ഷൻസ് റിസർച്ച് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ബയോളജിയാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഏതാ ഗോ ഫോർ നീറ്റ് നമ്മൾ ചിലവർ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. ഡോക്ടർ ആവാം അല്ലേ, ബയോളജി ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക ഡോക്ടർ. ബട്ട് ഓൺലി ഡോക്ടർ അല്ല ഉള്ളത്, ദർ ആർ സോ മെനി പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഫാം ഡി ഫാം അങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കരിയർ ഓപ്ഷൻസ് റിസർച്ച് ചെയ്യുക. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് വെച്ചാൽ അവൈലബിൾ കോഴ്സസ് എന്തൊക്കെയാണ് നോക്കുക. അതേപോലെ തന്നെ എവിടെയാണ്, നാട്ടിലുണ്ടോ അല്ലെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ജർമ്മനിക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ജർമ്മൻ പഠിക്കണം അല്ലേ. അങ്ങനെ പുറത്താണോ ഈ കോഴ്സ് ഇല്ലാതോ, കേരളത്തിൽ അവൈലബിൾ ആണോ, ഇന്ത്യയിൽ അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെ നോക്കുക. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് കോളേജസ് നോക്കുക. അങ്ങനെ ആ ഒരു കരിയർ ഓപ്ഷനിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നോക്കുക, എല്ലാ ടോപ്പ് കോളേജസും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് വിചാരിച്ചോ, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc മാത്സ് എടുത്ത് വിചാരിച്ചോ, അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ, ടീച്ചർ ആവുകയാണെങ്കിൽ ഓക്കെ ഗുഡ് ഓപ്ഷനാണ് ഈ BSc മാത്സ്, എല്ലാം നല്ല ഗുഡ് ഓപ്ഷൻ ആണല്ലോ അല്ലേ. ഒരു മാത്സ് ടീച്ചർ ആവുന്നത് നമ്മൾ ഒബ്വിയസ്ലി എന്തായാലും BSc മാത്സ് തന്നെ എടുക്കണം അല്ലേ, എന്നിട്ട് B.Ed എടുത്ത് അങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്താണോ ആവേണ്ടതെന്നനുസരിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു റിസർച്ച്, അതായത് അവൈലബിൾ കോളേജസും നമുക്ക് ഏറ്റവും ടോപ്പ് നന്നായിട്ട് എഡ്യൂക്കേഷൻ തരാൻ പറ്റുന്ന എല്ലാവരും നോക്കുക. പിന്നെ മോർ ഓവർ ദാറ്റ് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ എന്തായാലും ഒരു എഫേർട്ട് ഇടണം. കാരണം കോളേജാണ് പുള്ളി അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്, നമ്മൾ എന്തായാലും ഒരു എഫേർട്ട് ഇടുന്ന വേണം. ഇനി ഞാൻ 4th ടിപ്പാണ് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ദ പ്രോസ് ആൻഡ് കോൺസ്. അതായത് ഇപ്പോൾ ഒരു ജോബ് എടുത്താൽ അതിന് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, അതേപോലെ പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബിഗ് എമൗണ്ട് ഓഫ് സാലറി, ഹ്യൂജ് എമൗണ്ട് ഓഫ് സാലറി നോക്കിയിട്ട് മാത്രം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ 2 സൈഡ് നോക്കിയിട്ട് നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ,
അതും കൂടെ നോക്കണം. അതായത് ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കണം. അതായത് സാലറി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതൊരു ലൈഫ് ലോങ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോബായിട്ട് നമ്മുടെ ഒരു കരിയറായിട്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ ഏറ്റവും നോക്കേണ്ടത്. മോറോവർ ദാറ്റ് ഒരു ജോബോ അല്ലെങ്കിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്തുകൊണ്ടായാലും നമ്മൾ അതിലെന്തായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നമ്മളതിൽ ഫുള്ളി ഹാപ്പി ആയാൽ മാത്രമേ ആ ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടി ഓടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മളതിൽ എന്തായിരിക്കണം, 100% ഹാപ്പി ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കണം, അതേപോലെ നെഗറ്റീവ് സൈഡ് നോക്കണം. ഓൺലി പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയിട്ട് ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യരുത്. എല്ലാ കോഴ്സിനാണെങ്കിലും എല്ലാ കരിയർ ആണെങ്കിലും അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്ക് ലോഡ്സ്, അതിൻ്റെ ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണോ അങ്ങനെ നോക്കണം. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഒന്ന് എന്തായിരിക്കും പറയണമെന്നുണ്ട്. കാരണം ഫുള്ളി ഒരു പെർഫെക്റ്റ് ആയൊരു സംഭവം ഉണ്ടാവില്ല. നമുക്ക് മോർ മാനേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊന്നും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു കൂടുതലായിട്ടുള്ള ഒരു ഏരിയ, അങ്ങനെ കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ടുള്ള ഒരു ഏരിയ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഫുള്ളി പെർഫെക്റ്റ് ആയ നമുക്ക് പറ്റിയ ഒരു കോഴ്സ് അങ്ങനെ നമുക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുക. ടിപ്പ് എന്താ വെച്ചാൽ, ബി ഓപ്പൺ ടു മൂവ് വിത്ത് യുവർ ഗോൾ. അതായത് ഇപ്പം നമുക്കൊരു ഭയങ്കര പാഷനേറ്റ് ആയൊരു കോഴ്സ്, അതിപ്പോൾ നമ്മുടെ കൺട്രിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നുമില്ല, നമുക്ക് പുറത്ത് പോകണം. നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ ഗോ വിത്ത് യുവർ ഗോൾ. അതായത് നമ്മൾ ഓക്കെ അത് ഒഴിവാക്കി വേറൊരു കോഴ്സാക്കി പിന്നെ നമ്മുടെ മനസ്സിലായൊരു റിഗ്രറ്റ് ഉണ്ടാവും കേട്ടോ. ഓൺലി നമ്മൾ പുറത്ത് പോകണം അല്ലെങ്കിൽ പുറത്തത്തെ ലൈഫ് എൻജോയ് ചെയ്യണം അങ്ങനെ വെച്ചിട്ടല്ല. ആ കോഴ്സ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്, ആ കോളേജിൽ ചെയ്താൽ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്, നിങ്ങളുടെ കരിയറിൽ അത് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയി മാറിച്ചാൽ നിങ്ങൾ എന്തായാലും ആ ഒരു കോഴ്സ് പഠിക്കാൻ അങ്ങോട്ടേ പോവുന്നത് വേണം. ഈ കൺട്രിയുടെ പുറത്താണെങ്കിൽ എവിടെയാണെങ്കിൽ വേറെവർ യു ആ. അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവും, അത് ഭയങ്കര ലൈഫ് ലോങ് ആയ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് എനി കോഴ്സ്. അതായത് ഇപ്പോൾ ഒരു കോഴ്സ് ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് സെറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഭയങ്കര മോശമാണ്, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ അതായിരിക്കും നല്ല കോഴ്സ്. നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ചൂസ് ചെയ്യാനാണ്. ഏതൊരു ജോബാണെങ്കിലും ഏതൊരു കരിയർ ആണെങ്കിലും അത് ഒരിക്കലും നല്ലതോ അല്ലെങ്കിൽ അത് വളരെ അടിപൊളിയോ അങ്ങനെയൊന്നുമല്ല. നമുക്കതിൽ നിന്ന് സമാധാനം കിട്ടുന്നുണ്ടോ, നമ്മളത് ചെയ്യുന്നതോട് ഹാപ്പിയാണോ, അങ്ങനെ നോക്കാം കേട്ടോ. ഗോയിങ് ടു നെക്സ്റ്റ് പോയിന്റ്, മേക്ക് എ ഡെസിഷൻ ആൻഡ് കമ്മിറ്റ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നന്നായിട്ട് കെയർഫുള്ളി തിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡെസിഷൻ എടുത്തു. അതേപോലെ നമ്മൾ കരിയർ ചൂസ് ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചർ ഗോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതിൻ്റെ ഡ്രോബാക്സ്, അതിൻ്റെ പോസിറ്റീവ്സ് എല്ലാം നമ്മൾ നോക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഡെസിഷൻ എടുത്തിട്ട് ഇനി സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. അതായത് അവർക്ക് നല്ലതെന്ന് തോന്നുന്നതായിരിക്കും അവർ ചെയ്യുന്നത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്തു. ഇപ്പോൾ അവർക്ക് അത് അങ്ങനെ എടുത്തിട്ട് അത് അടിപൊളിയായിരിക്കും, അവർക്ക് ഭയങ്കര എന്നെക്കാളും നല്ല നിലയിൽ എത്താൻ പറ്റും, അങ്ങനെ ഒന്നും തിങ്കേ ചെയ്യരുത്. നമ്മളൊരു ഡെസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ, ലേൺ ഫ്രം അതേഴ്സ് എക്സ്പീരിയൻസസ്. അതായത് ഇപ്പോൾ ഒരു കോഴ്സ് എടുത്തൊരാൾക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക, ആ കോഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുക. അല്ലാതെ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓക്കെ നമുക്ക് ഗുഡ് കോഴ്സാണ് അങ്ങനെ തോന്നാം അല്ലേ. പക്ഷെ അതൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവർ, അവർക്കൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ആ കോഴ്സിൻ്റെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം വേണമെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം. പക്ഷെ ചിലവർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുക വേണ്ട അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കരുത്. അതായത് നിങ്ങളത് ഭയങ്കര പാഷനേറ്റ് ആണ്, നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിൽ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഗോ ഫോർ ഇറ്റ്. അതായത് ബാക്കിയുള്ളവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കും നമ്മൾ ഒരു കോഴ്സ് എടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് CA കുറിച്ച് പറഞ്ഞു വിചാരിച്ചോ, എനിക്ക് CA ആവാം, അടിപൊളിയാണ്, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും എനിക്ക്. ബട്ട് എനിക്ക് ഞാനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളല്ല, ഞാൻ +1 ബയോളജി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും ആ ഒരു സംഭവം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് എ ഗോള് എൻ്റെ എന്താ വെച്ചാൽ മെയിനായിട്ട് വേറെ ഒന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗോളിക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിയറാണ്
എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ടിപ്പ് അതാണ്, നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് എ ക്ലിയർ ഗോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കോഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സി എ എടുത്തിട്ട് ഓക്കെ അതിൽ അടിപൊളിയാവാൻ പറ്റുന്നുണ്ടാകും, പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും പഠിച്ച് നമ്മൾ സി എ പാസ്സായിട്ട് നമ്മൾ വേറൊരു സ്ട്രീമിലേക്ക് പോകണമെങ്കിൽ അതൊരു വേസ്റ്റാണോ, അങ്ങനെ പറയുന്നതല്ല, അങ്ങനെ വേസ്റ്റാണെന്ന് പറയല്ല ഞാൻ. നമുക്കിപ്പോൾ ആ ഒരു കരിയറാണ് ഇൻട്രസ്റ്റ് വെച്ചാൽ അതിൽ കൂടെ തന്നെ പോവാം, വേറൊരു കരിയറാണ് ഇൻട്രസ്റ്റ് വെച്ചാൽ അതിൽ കൂടെ തന്നെ പോവാം. അല്ലാതെ ഇവിടെ പഠിച്ച അങ്ങോട്ട് ചാടുക ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ വെക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ചൂസ് ചെയ്യുക, അത് ആരുടെ ഇൻഫ്ലുവൻസിൽ നിന്നാകരുത്. നിങ്ങളെല്ലാ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിൽ അടിപൊളിയാണ്, എനിക്കത് പഠിക്കാൻ പറ്റും എന്ന് തോന്നാം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 4 വർഷത്തെ കോഴ്സ് 5 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഈ 4 വർഷം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ മെയിൻ ഇപ്പോൾ AI ആണല്ലോ അല്ലേ. അപ്പോൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഏതെടുക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സായിട്ട് ചെയ്യണം. അപ്പോൾ ആഡ് ഓൺ കോഴ്സസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സ്കിൽസ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യണം, എത്ര ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്, എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ CGPA നിലനിർത്തണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കറക്റ്റായിട്ടൊരു സ്റ്റാൻഡ് വയ്ക്കാം. കാരണം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടെ മുന്നേ അറിയാൻ ഞാൻ നന്നായിരുന്നു. അതായത് ഞാനിനി എൻ്റെ എക്സ്പീരിയൻസ് കൂടെ പറയാം. ഞാൻ ബേസിക്കലി മുന്നേ തൊട്ടേ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം, എന്നിട്ട് പിന്നെ ആ ഒരു ലെവൽ പോലെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് വല്ല എക്സാംസ് എഴുതാം, ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. ഞാൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, ഓൾറെഡി ഞാൻ നീറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഭാഗമാണ്. എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് എഞ്ചിനീയറിങ് എൻ്റെ മനസ്സിൽ ഒരു തോട്ട് പോലും വന്നിട്ടില്ല. CA വന്നിട്ടുണ്ട്, പിന്നെ ഡിഗ്രി, പിന്നെ എൻ്റെ ഒരു ഡ്രീം കോളേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് ഞാൻ നേരെ അലോട്ട്മെൻറ്റ് കൊടുത്തു. എനിക്ക് ഫസ്റ്റ് ഓപ്ഷനായ ആ കോളേജിൽ അതേ കോഴ്സ് BSc മാത്സ് എന്ന് കിട്ടുക, അതേ കോഴ്സ് എടുത്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഓക്കെ ഇതിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഈ കീം അറിയാമല്ലോ അല്ലേ, എൻട്രൻസ് എക്സാം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. അപ്പോൾ ഈ കീമിന് ഞാൻ അലോട്ട്മെൻറ്റ് കൊടുത്തിരുന്നു. നമ്മളെല്ലാ എക്സാമിനും ഈ ലോകത്തെ എല്ലാ എക്സാമും എഴുതുന്നുണ്ട്, ICER, CUET, അതേപോലെ തന്നെ കീം, നീറ്റ് ബാക്കി ഒട്ടുമിക്ക എല്ലാ എക്സാമും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ കീമോ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീമോ കൊടുത്തപ്പോൾ ഞാൻ ശരി ഇന്ന് പഠിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഒരു 1 വീക്ക് ഒറ്റ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മനസ്സിലെന്താ എനിക്ക് ഡിഗ്രി മതി. സോ ഞാൻ ഇതിന് ഭയങ്കര എഫേർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അധികം എഫേർട്ട് ഇട്ടിട്ടേ ഇല്ല, കീമിന് ഞാൻ എഫേർട്ടേ ഇട്ടിട്ടില്ല. ആദ്യത്തെ ഒരു 1 വീക്ക് പഠിച്ചു, പിന്നെ ഞാൻ പഠിച്ചിട്ടേ ഇല്ലായിരുന്നില്ല. പിന്നെ അങ്ങനെ പോയി എക്സാം എഴുതി, അതെന്തായാലും പോയിന്നായിരുന്നു. എന്നിട്ട് ഞാൻ ഡിഗ്രിയുടെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഡിഗ്രിക്ക് കൊടുത്തു, എനിക്ക് ആ കോളേജ് കിട്ടി, ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ കീമിൻ്റെ റിസൾട്ട് വന്നത്. റാങ്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഓക്കെ നമ്മൾ വെറുതെ എഴുതാണല്ലോ, എനിക്ക് അങ്ങനെ വലിയ ഡ്രീം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എവിടെയോ അവിടെ ഇവിടെയായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓക്കെ എൻ്റെ അടുത്തുള്ളൊരു കോളേജുണ്ട്, അവിടെ അങ്ങനെ EC പഠിക്കാം, ഇലക്ട്രോണിക്സ് പഠിക്കാം, CS പഠിക്കാം, അങ്ങനെ വെറുതെ വിചാരിച്ചിരുന്നു. പക്ഷെ എൻ്റെ ആ കോളേജ് അവിടെ കിട്ടും ചെയ്തു, അങ്ങനെയാണ്. എന്നിട്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് അടുത്തുള്ള കോളേജിൽ സിവിലിൽ കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം സിവിലിൽ ഞാൻ അങ്ങനെ കിട്ടില്ല ആ റാങ്കിന് എന്നൊക്കെ വിചാരിച്ച്. സിവിലിൽ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടി. ഞാൻ സ്റ്റോപ്പ് ചെയ്തു, എന്താ ചെയ്യേണ്ടത്, എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഉള്ള ഒരു ഇതിലായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ കുറേ പേരോട് ചോദിച്ചു. അങ്ങനെ ഓക്കെ ഡിഗ്രി 4 ഇയർ ആണ്, BTech 4 ഇയർ ആണ്, സോ BTech ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ച് പെട്ടെന്ന് കീമിൻ്റെ സൈറ്റിൽ ഇങ്ങനെ 3ാമത്തെ അലോട്ട്മെൻറ്റ് കൊടുക്കണം, എന്തോ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഞാനത് പോയി അടച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ, ഏതൊരു മൊമെൻറ്റാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് അവിടുന്ന് TC വാങ്ങി ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നു, അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ എന്നിട്ട് എനിക്ക് ആലോചിക്കും, ഞാൻ അത്രയും 8ാം ക്ലാസ് തൊട്ട് ഡിഗ്രി മതി വിചാരിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് BTech കിട്ടിയത്. പക്ഷെ ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഡെസിഷനാണെന്ന്. എനിക്ക് പൊതുവേ ഈ ഒരു എഞ്ചിനീയറിംഗ് മാത്സ് ആണ് കുറച്ചുകൂടി ഇഷ്ടമായത്. അവിടെ ഞാനൊരു 1 മന്ത് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ എനിക്ക് വെച്ചിട്ട് കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ആണെന്നാണ് എനിക്ക് ആ ഒരു ഡെസിഷനോട് ഇപ്പോൾ റിഗ്രറ്റ് ഇല്ല. എനിക്ക് തോന്നിയത് ആ ഒരു BSc മാത്സിനേക്കാളും എനിക്ക് പറ്റിയത് എഞ്ചിനീയറിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇപ്പം ഞാൻ
എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ഒരു എയിമെങ്കിൽ, അതാണ് എനിക്ക് പറ്റിയത് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു, കീം ഒന്നുകൂടെ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊരു എയിംഫുൾ ആയിട്ട് പഠിച്ച് അതിന് അവിടെ പോയി ഇവിടെ ചേർന്ന് അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആക്കില്ലായിരുന്നു ഞാൻ മൈൻഡ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ അതാണ്. അപ്പോൾ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു മൈൻഡായിരുന്നു ആ സമയത്ത്. അതേപോലെ ഞാൻ ചെയ്യുകയും ചെയ്തു. എൻ്റെ ഒരു ബട്ട് അറ്റ് ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ തന്നെയാണ് എത്തിയത്. ഞാൻ വിചാരിക്കാത്ത ഒരു സാധനത്തിലാണെങ്കിലും എനിക്ക് ഇപ്പം റിഗ്രറ്റ് ഇല്ല, കാരണം എനിക്കത് പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ എഞ്ചിനീയറിംഗ് ആണല്ലോ, കുറച്ച് ടഫ്നെസ് ഒക്കെ ഉണ്ട്, എന്നാലും ഓക്കെ, അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ +2 കഴിഞ്ഞ കുട്ടികളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ടിപ്സൊക്കെ ഒന്ന് കേൾക്കാം. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ നിങ്ങൾ ആരുടെ ഇൻഫ്ലുവൻസിലൊന്നും കേട്ടിട്ട് എടുക്കണ്ട. നിങ്ങൾ മെല്ലെ സമാധാനമായിട്ട് ചിന്തിച്ചിട്ട് മെല്ലെ പതിയെ മാത്രം എടുത്താൽ, കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ കരിയറാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ഓക്കെ പോയിക്കോളൂ, അത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാം, ഇടയ്ക്ക് ആൾക്ക് റിപ്പീറ്റ് ചെയ്തിരുന്നു, കുറച്ചുകൂടി ഇൻ്റഗ്രേഷനൊക്കെ പഠിച്ചിരുന്നു, ജെയ്യൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോയിരുന്നു. അതൊരു വേസ്റ്റ് ഓഫ് ദി ഇയർ അങ്ങനെ കണക്കാക്കുക വേണ്ട. ഞാനൊക്കെ ആദ്യം അങ്ങനെ കണക്കാക്കിയിരുന്നു, പക്ഷെ അങ്ങനെയല്ല. ഒരു റിപ്പീറ്റ് ചെയ്ത ഒരാൾക്ക് ഉള്ള ഒരു കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഫ്രഷ് ആയിട്ട് +2 കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്ത കുറേ പേര് റിപ്പീറ്റേഴ്സാണ്. അവരെക്കാട്ടിലും അത് ഞങ്ങളെക്കാളും അവർക്ക് കുറച്ച് മെൻറ്റാലിറ്റി ആണെങ്കിലും ആ പഠിക്കുന്ന രീതിയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നമ്മൾ പഠിച്ചത് എങ്ങോട്ടും പോവില്ല. നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നമുക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ, ലൈക്ക് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ +2 കഴിഞ്ഞ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ടാറ്റാ.